അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടാണ് നടി മേഘ്ന വിൻസെന്റ് മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുന്നത്. ഇടയ്ക്ക് മലയാളത്തിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തെങ്കിലും തമിഴ് സീരിയലിൽ അഭിനയിച്ചെങ്കിലും വീണ്ടും മലയാളത്തിൽ സജീവമാകുകയാണ് നടി. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം, ഏഷ്യാനെറ്റിലെ സാന്ത്വനം 2 എന്നീ സീരിയലുകളിലാണ് നടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. സാന്ത്വനത്തിലെ ശ്രീദേവിയായി വരുന്നതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മലയാളം ഫിലിം ബീറ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് നടി ഇപ്പോൾ. സീരിയലിൽ ഞാൻ അവതരിപ്പിക്കുന്ന ശ്രീദേവിയുടെ എൻട്രി ആവുകയാണ്. കല്യാണത്തിൻ്റെ സ്വീക്വൻസ് നടന്നു കഴിഞ്ഞു. ഹൽദി, മെഹന്തി തുടങ്ങിയ ശരിക്കും ഒരു മാരേജ് ഫംഗ്ഷൻ പോലെയാണ് അത് ക്രിയേറ്റ് ചെയ്തത്. സിറ്റുവേഷനും ഡെക്കറേഷനും എല്ലാം അതുപോലെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിനുവേണ്ടി റിസോർട്ട് എടുക്കുകയും ചെയ്തിരുന്നു. പ്രൊഡ്യൂസർ രമാദേവിക്ക് വലിയ നന്ദിയാണ് അതിന് പറയാനുള്ളത്. വലിയ തുക ഉപയോഗിച്ച് സീരിയലിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിന് സന്തോഷമുണ്ട്. ആനന്ദിനി ശ്രീദേവിയുടെയും സീനുകൾ വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാവാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് രണ്ടാളുടെയും സെപ്പറേറ്റഡ് ഫോട്ടോസ് കൊളാബ് ചെയ്ത് പലരും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. മേഘ്ന തന്നെ ഈ കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞാണ് എന്നെ ഈ സീരിയലിലേക്ക് വിളിക്കുന്നത്. ചന്ദനമഴയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ ചെയ്യുന്ന സീരിയൽ ആണ് സാന്ത്വനം 2. മിസ്സിസ് ഹിസ്റ്ററിലെ ജ്യോതി എന്ന കഥാപാത്രം കോമഡി, ഇമോഷൻസ്, ബോൾഡ്നെസ് ഒക്കെ ഉള്ളതായിരുന്നു. ഇവിടെയും കോമഡിയുടെയും ഇന്നസെൻസും ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് എന്നെ അതിലേക്ക് ക്ഷണിക്കുന്നത്. ജ്യോതിയുടെ അത്ര ബോൾഡ് അല്ലെങ്കിലും ചന്ദനമഴയിലെ അമൃതയെപ്പോലെ വളരെ ഇന്നസെൻ്റ് ആണ് ശ്രീദേവി. ഭർത്താവിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. നടൻ ദീപൻ മുരളിയാണ് എനിക്ക് പേരായിട്ടുള്ള ആനന്ദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഏകദേശം ഒരേ വൈബുള്ള ആളുകളാണ് ഞങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്നതും ഒരു തരത്തിലും ഈഗോ ഇല്ലാത്തതുമായ സഹതാരത്തെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ എനിക്ക് ബ്രേക്ക് കിട്ടിയത് ചന്ദ്രമഴയിലൂടെയാണ്. അമൃത എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറി പറ്റാൻ സാധിച്ചു. ഇപ്പോഴും അമൃത എന്ന കഥാപാത്രത്തിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത്. മേഘ്ന എന്ന് വിളിക്കുന്നതിന് പകരം ആദ്യമേ അമൃത എന്നായിരിക്കും പലരും വിളിക്കുക. ഇപ്പോഴും ലൊക്കേഷനിൽ പേര് മാറി അമൃത എന്ന് വിളിക്കുന്നവരുമുണ്ട്. ചന്ദനമഴയിലെ സീനുകൾ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നതെന്ന് മേഘ്ന പറയുന്നു.